الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العظيم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറുതും ഏറ്റവും അവസാനത്തേതുമായ 3 സൂറത്തുകളാണ് ഇവിടെ ഓതിയത്. നമ്മുടെ കണക്കനുസരിച്ച് മുസ്ലിങ്ങളായ ആളുകൾക്ക് സ്ഥിരമായി ചെയ്യാൻ കഴിയുന്നതും അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ സ്ഥിരമായി വിശ്വസിക്കുകയും ഖുർആനും മറ്റും സ്ഥിരമായി വായിച്ചുകൊണ്ടിരിക്കുകയും നമസ്കരിക്കുകയും കൃത്യമായി ഖുർആൻ പാരായണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾ ഖുർആൻ ധാരാളമായി വായിക്കുകയും പഠിക്കുകയും ഖുർആനുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകൾ സ്ഥിരമായി ചെയ്യേണ്ടുന്ന ചില അധ്യായങ്ങളും ചില സൂറത്തുകളുമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യായങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാധാരണഗതിയിൽ ഇഖ്ലാസ് എന്നും ഫലക്ക് എന്നും നാസ് എന്നും പേരുകളിൽ അറിയപ്പെടുന്ന ഈ 3 സൂക്തുകൾ സാധാരണഗതിയിൽ എല്ലാ മുസ്ലിങ്ങൾക്കും കാണാതെ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടാകും. അത് ഇടയ്ക്കിടെ ബോധപൂർവം പാരായണം ചെയ്യുകയാണെങ്കിൽ അതിന് വമ്പിച്ച പുണ്യം അല്ലാഹു തആല നൽകുമെന്ന് ഖുർആനിൽ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ സൂറത്തുകളിൽ കൃത്യമായി ഓതുന്ന ആളുകൾക്ക് വമ്പിച്ച പുണ്യം നൽകുമെന്ന് അല്ലാഹു തആല അവരുടെ പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൂറത്തുകൾ ഖുർആൻ ഓതുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ഔറാദ് ദിക്റുകൾ ചൊല്ലുന്നത് പോലെ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുക. രാവിലെ ഓതുക, ഉച്ചയ്ക്ക് ഓതുക, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുക, ഇവളൊക്കെ ഈ സമയത്തൊക്കെ സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കുക. അതിലൊക്കെ നമുക്ക് കഴിയും. അത് വെറുതെ പറയല്ല, കഴിയുന്നതാണ്. സാധാരണഗതിയിൽ മനുഷ്യന് കഴിയുന്നതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തായിരുന്നാലും ഈ 3 സൂറത്ത് ഓതി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ടാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യാൻ കഴിയും. ഈ കഴിയുന്ന ഒരു കാര്യം വിശദീകരിച്ച് തരികയാണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണ ഖുർആൻ, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഈ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക എന്നത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ അള്ളാഹുവിനെ റബ്ബായി സ്വീകരിച്ചിരിക്കുന്നു, ഒബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു,
ഒബി മുഹമ്മദിൻ നബിയെ പ്രവാചകനായും നാം അംഗീകരിച്ചിരിക്കുന്നു എന്ന് സ്ഥിരമായി പറയുന്ന ആളുകൾക്ക് വമ്പിച്ച പുണ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു, തിർമിദി എന്നിവരിൽ നിന്നെല്ലാം ഈ ഹദീസ് അതിൻ്റെ പുണ്യത്തെക്കുറിച്ചും ഉദ്ധരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ തോന്നുക. ഇപ്പം പറയുന്നത് ഈ 3 സൂറത്തുകൾ പഠിക്ക സ്ഥിരമായി ഓതുക. എപ്പോൾ ഓതുക? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുക. സാധാരണഗതിയിൽ ഓർത്തുകൊണ്ട് ഓതുക, പഠിച്ചുകൊണ്ട് ഓതുക, മനസ്സിലാക്കിക്കൊണ്ട് ഓതുക, അതിൻ്റെ ആശയം മനസ്സിലാക്കുക. ആശയം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓതേണ്ടത് എന്ന് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണ്. ഇത് നമുക്ക് ഖുർആനായിട്ട് ഉദ്ധരിക്കാം. ഇഖ്ലാസ് എന്നാണ് ആദ്യത്തെ സൂറത്തിൻ്റെ പേര്. ഇഖ്ലാസിന് 4 ആയത്തുകളാണ് ഇഖ്ലാസിലുള്ളത്. 4 ആയത്തുകളാണുള്ളത്. നമുക്ക് ഖുർആൻ വായിക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അവൻ അള്ളാഹുവാകുന്നു. അഹദ്, ഏകനായ അള്ളാഹുവാകുന്നു. അവൻ ഏകനായ അള്ളാഹുവാകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഹുവ അവൻ, ഖുൽ പറയുക നബിയെ, ഹുവ അവൻ, അള്ളാഹുവാകുന്നു. അഹദുൻ, ഏകനായ, അവൻ ഏകനായ അള്ളാഹുവാകുന്നു എന്നാണ് മൊത്തം അർത്ഥം. വിശദമായ പഠനത്തിന് പിന്നീട് നമുക്ക് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് കൂടി പറയുകയാണ് ചെയ്യുന്നത്. അള്ളാഹു സമദ്, അള്ളാഹു സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ അതിന് 3 ആശയം, 2 പ്രാധാന്യം അതിനുണ്ട്. പരാശ്രയത്തിന് അതീതനും സർവരാലും ആശ്രയിക്കപ്പെടുന്നവനുമാകുന്നു എന്നാണ് സമദിൻ്റെ അർത്ഥം. പരാശ്രയത്തിന് അതീതനും സർവരാലും ആശ്രയിക്കപ്പെടുന്നവരുമാകുന്നു അള്ളാഹു. അതാണ് അള്ളാഹു സമദ്. അള്ളാഹു സമദാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു പരാശ്രയത്തിന് അതീതനും സർവരാലും ആശ്രയിക്കപ്പെടുന്നവരുമാകുന്നു അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഓതിക്കൊണ്ടാണ് അള്ളാഹുവിന് ഒരിക്കലും പരാശ്രയത്തിന് അതീതനാണ്, അള്ളാഹുവിന് സാധ്യമല്ല, പരാശ്രയത്തിന് അതീതനാണ്, സർവരാലും ആശ്രയിക്കപ്പെടുന്നവരുമാണ്, എല്ലാം അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ട് നിലകൊള്ളുന്നവരാണ്. അങ്ങനെ ചെയ്യുന്നവർക്കാണ് പുണ്യമുള്ളത് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇത് നോക്കൂ, ലം യലിദ്, അവൻ സന്താനങ്ങളില്ല. ലം യലിദ്, അവന് സന്താനങ്ങളില്ല. സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളോ കുടുംബമോ അങ്ങനെ സന്താനങ്ങൾ ആരുമില്ല. വലം യൂലത്, ആവർത്തിച്ചു അവൻ, ലം യൂലത്, അവൻ ആരുടെയും മക്കളോ മകനോ അല്ല. ലം യൂലത്, അവൻ ആരുടെയും മകളോ അല്ല. ലം യൂലത്, അള്ളാഹു ഒരിക്കലും ആരുടെയും മകനല്ല, അവൻ ആരുടെയും മകളോ അല്ല എന്നാണ്. അപ്പോൾ അത് അള്ളാഹുവിന് മാത്രമായിട്ടുള്ളതാണ്. അള്ളാഹു എന്ന് തന്നെയാണ് അതിന് പറയാം. പക്ഷേ അള്ളാഹു എന്നാണ് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന് മകളില്ല എന്നാണ് പറയുന്നത്. അപ്പം മകനും മകളും ഇല്ലാത്തവനാണ് അള്ളാഹു. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്, വലം യക്കുൻ ലഹു, അവർക്കില്ല, കുഫുവൻ, തുല്യനായി, അഹദുൻ, ആരുമില്ല. അപ്പോൾ വലം യക്കുൻ ലഹു അഹദ്, അവന് തുല്യനായി ഒന്നുമേ ഇല്ല എന്നാകുന്നു ആശയം. അവന് തുല്യനായി ഒന്നുമേ ഇല്ല. അപ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പറയണമല്ലോ, അല്ലെങ്കിൽ ഒരു ഇത് വേണം. ഒന്നുമില്ല. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരുമേ ഇല്ല, ഒന്നുമേ ഇല്ല എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളതാണ് അള്ളാഹു എന്നാണ് ആശയം. അപ്പോൾ 112 ആയത്താണ് ഇത് ഈ പറഞ്ഞു വന്ന ആയത്ത്. ഇനി അടുത്ത ആയത്ത് ഫലക്ക് എന്നാണ് അതിന് പേര്. ഫലക്ക് 113 ആയത്താണ്. 113 ആയത്താണ്. കുൽ പറയുക നബിയെ, അഊദു, ഞാൻ രക്ഷ റബ്ബിൽ ഫലക്കി, പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു. പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു. മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ച സകല നാശത്തിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. കുൽ പറയുക, അഊദു, ഞാൻ രക്ഷ തേടുന്നു റബ്ബിൽ ഫലക്കി, പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട്. മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും നാശത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു.
ഒമിൻ ഷർരി ഹാസിഖിൻ ഇരുട്ടിൻ്റെ നാശത്തിൽ നിന്നും ഇതാ വക്കബ അത് ഇരുട്ടുമുറ്റിയാൽ പിന്നെ ഇരുട്ടാകും. ആ ഇരുട്ടിനായാൽ പല നാശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. പടച്ചവനെ ആ ഇരുട്ടുമുറ്റിയാൽ അവിടെ ഉണ്ടാകുന്ന നാശത്തിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്നാണ് അതിലർത്ഥം. അപ്പോൾ സ്ഥിരമായി അത് പറയാം, പടച്ചവനെ ഇരുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ നാശത്തിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. നമുക്കറിയാം രാത്രി ഇരുട്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണല്ലോ ഉണ്ടാകുക. അപ്പോൾ ഇരുട്ടായാൽ എന്തെല്ലാം നാശങ്ങളുണ്ടോ അത്തരം നാശങ്ങളിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പം ശരീരിൻ്റെ ഫാസാത്തി എല്ലാവിധ ഊതുന്നവരുടെയും നാശത്തിൽ നിന്ന്. നെഫാസാത്ത് തന്നെ ഊതുക, നമ്മൾ സാധാരണ ഊതാറില്ലേ. പിന്നൊക്കത് കെട്ടുകളിൽ ഊതുന്നവരുടെ നാശത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. മീൻ ഷർരിന്റെ ഫാസാത്തി ഫില്ലൊക്കതി കെട്ടുകളിൽ ഊതുന്നവരുടെ നാശത്തിൽ നിന്നും ഞാൻ അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നർത്ഥം. സാധാരണഗതിയിൽ മന്ത്രവാദമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. മന്ത്രവാദം ഉണ്ടാക്കാൻ വേണ്ടി പല ആളുകളും എവിടെ കാലത്തുണ്ടായിരുന്നു. പാടില്ലാത്ത അവരുടെ ആളുകൾക്കൊക്കെ ആളുകളുണ്ടായിരുന്നു. അവർ പിന്നെ മന്ത്രവാദം നടത്തുകയും അതിലൂടെ പല കാര്യങ്ങളും ഊതുകയും കെട്ടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം രക്ഷ തേടാൻ വേണ്ടിയാണ് പറയുന്നത്. ഒമിൻ ഷർരി ഹാസിദിൻ അസൂയാലുവിൻ്റെ നാശത്തിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. അസൂയാലുവിൻ്റെ നാശത്തിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. ഇതാ ഹസദ അവൻ ദ്രോഹിക്കുമ്പോൾ അവൻ രക്ഷ തേടുമ്പോൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ഗൗരവമുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്നുകൂടി നോക്ക്. പറയുക അറുന്നു ഞാൻ രക്ഷ തേടുന്നു റബ്ബിൽ ഫലക്കി പ്രഭാതത്തിൻ്റെ നാഥനോട്. മീൻ ഷർരി മാ ഖലഖ അവൻ സൃഷ്ടിച്ചവരുടെ നാശത്തിൽ നിന്ന്. ഒമിൻ ഷർരി ഹാസിഖിൻ ഇരുട്ടിൻ്റെ നാശത്തിൽ നിന്ന്. ഇതാ വഖബ ഇരുട്ട് മൂടിയാൽ. ഒമിൻ ഷർരിന്റെ ഫാസാത്തി എല്ലാ ഊതുന്നവരുടെ നാശത്തിൽ നിന്നും. ഫില്ലൊക്കതി കെട്ടുകൾ ഊതുന്നവരുടെ നാശത്തിൽ നിന്നും. ഒമിൻ ഷർരി ഹാസിദിൻ അസൂയാവിൻ്റെ നാശത്തിൽ നിന്ന്. ഇതാ ഹസദ അവൻ അസൂയ പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ നാശത്തിൽ നിന്നും ഞാൻ അള്ളാഹുവെ അവനോട് ഞാൻ അഭയം തേടുന്നു എന്ന് പറയുകയാണ്. ഇനി അടുത്ത വാചകം അടുത്ത നാസ് 114-ാമത്തെ ആയത്താണ്. അന്നാസ് 114-ാമത്തെ ആയത്ത്. ഈ 114-ാമത്തെ ആയത്തിൽ 6 ആയത്തുകളുണ്ട്. അപ്പോൾ 6 ആയത്തുകൾ, ഈ 6 ആയത്തുകളും കൂടിക്കഴിഞ്ഞാൽ 15 ആയത്തുകളായിരിക്കും. അപ്പോൾ നോക്കുക, പറയുക പ്രവാചകരെ അഊദു ഞാൻ രക്ഷ തേടുന്നു റബ്ബിൻ നാസ് മനുഷ്യൻ്റെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു. മലിക്കിൻ നാസ് മനുഷ്യൻ്റെ രാജാവിനോട്. ഇലാഹിൻ നാസ് മനുഷ്യരുടെ ആരാധ്യനോട്. മീൻ ഷർറിൽ വസ്വാസ് ദുർബോധകന്റെ നാശത്തിൽ നിന്ന്. അൽ ഖന്നാസ് ആവർത്തിച്ച് മടങ്ങുന്നവൻ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധം നടത്തുന്നവൻ. മിനൽ ജിന്നത്തി വന്നാസ് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള. അപ്പോൾ ആദ്യത്തെ ആയത്ത് 4 ആയത്തുകളുണ്ടെങ്കിൽ, രണ്ടാമത്തേൽ 5 ആയത്തുകളാണുള്ളതെങ്കിൽ, മൂന്നാമത്തേൽ 6 ആയത്. അപ്പോൾ 6, 5, 15 ആയത്തുകളാണ് ഈ 3 സൂറത്തിലും കൂടെയുള്ളത്. ഇതിനെ ഒന്നുകൂടി ഞാൻ പറയാം. പറയുക നബിയെ അഊദു ഞാൻ രക്ഷ തേടുന്നു റബ്ബിൻ നാസ് മനുഷ്യൻ്റെ രക്ഷകനോട് ഞാൻ രക്ഷ തേടുന്നു. മലിക്കിൻ നാസ് രാജാവായ ഇലാഹിൻ നാസ് ആരാധ്യനായ. അപ്പോൾ ദൈവത്തിൻ്റെ ഗുണങ്ങളതാണ് റബ്ബ്, അതുപോലെ മലിക്ക്, ഇലാഹ്. ഇത് 3 അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഗുണങ്ങളാണ്. ഇതുകൊണ്ട് ഞാൻ രക്ഷ തേടുന്നു. മീൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് ആവർത്തിച്ച് ബോധനം നൽകിക്കൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ നാശത്തിൽ നിന്നും രക്ഷ തേടുന്നു. അല്ലദീ യുവസ്വിസു അവൻ ദുർബോധം നടത്തുന്നു ഫീ സുദൂരിന്നാസ് മനുഷ്യൻ്റെ ഹൃദയങ്ങൾ നടത്തുന്ന. മിനൽ ജിന്നത്തി വന്നാസ് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള സകലവിധ നാശത്തിൻ്റെയും അവസ്ഥ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 3 ആയത്തുകളാണുള്ളതെങ്കിലും 3ഉം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ മറ്റ് 2 ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ
കാര്യങ്ങളും വെളിച്ചങ്ങളും വ്യക്തമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ സൂറത്ത് ധാരാളമായി ഓതിയാൽ മാത്രം പോരാ, അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലുണ്ടായിക്കൊണ്ട് അതാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഓർമ്മയിലുണ്ടാകണം. പടച്ചവനെ, ഈ എൻ്റെ ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഓർത്തുകൊണ്ടായിരിക്കണം ചെല്ലേണ്ടത്. അതിനാണ് ഞാൻ പ്രാമുഖ്യം നൽകുന്നത്. ഓതുന്നതിനല്ല പ്രാമുഖ്യം, അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ഓർക്കുക എന്നതാണ് പ്രാധാന്യം. ആ പ്രാധാന്യത്തോടുകൂടി ചൊല്ലിയാൽ അത് ദിക്റിൻ്റെ വലിയ പുണ്യവും കിട്ടും, അതുപോലെ പ്രാർത്ഥനയുടെ പുണ്യവും കിട്ടും, ഒക്കെ കിട്ടും. ആ പ്രാർത്ഥനയോടുകൂടി ഓതുന്ന യഥാർത്ഥ പുണ്യം ലഭിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.